ഐഡിയൽ സ്പീഡിലൊക്കെ മിസ്സിങ് കാണിക്കുക, കാല് കൊടുത്തിട്ട് അതായത് വണ്ടി ഓടി വന്നിട്ട് കാലെടുക്കാൻ നേരത്ത് ഒരു മിസ്സിങ് കണക്ക് കാണിച്ചിട്ട് ഓഫായി പോകുക എന്നുള്ള വിഷയങ്ങളൊക്കെ പൊതുവേ. ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കലിലേവർക്കും സ്വാഗതം. നിങ്ങൾ സ്വിഫ്റ്റിൻ്റെ 1300 ക്യൂബിക് കപ്പാസിറ്റി വരുന്ന പെട്രോൾ എഞ്ചിൻ കണ്ടിട്ടുണ്ടോ? അത് വെറും 13 മാത്രം മൈലേജ് കിട്ടുന്ന പെട്രോൾ എഞ്ചിൻ. സാധാരണ സ്വിഫ്റ്റിനെയൊക്കെ നമ്മൾ എന്താണ് വിശേഷിപ്പിക്കുന്നത്? നല്ല രീതിയിൽ മൈലേജുള്ള പെട്രോൾ എഞ്ചിൻ വരുന്ന ഒരു വാഹനമാണ് സ്വിഫ്റ്റ് എന്നല്ലേ. എന്നാൽ അതിന് നേരെ വിപരീതമായിട്ട് ഒട്ടും മൈലേജ് ഇല്ലാത്ത ഒരു 1300 ക്യൂബിക് കപ്പാസിറ്റി വരുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ് നമ്മളെ കൂടെ ഉള്ളത്. അപ്പം ഈ ഒരു എഞ്ചിൻ ഓവർ ഹീറ്റായിട്ട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എഞ്ചിൻ വർക്കായിട്ട് വന്നൊരു വണ്ടിയാണ്. ഇപ്പോൾ ഒരു എഞ്ചിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അസംബിൾ ചെയ്ത് എഞ്ചിൻ വണ്ടിയിലോട്ട് കയറ്റുന്നതിന് മുമ്പ് നിങ്ങൾക്കായിട്ട് ഈ ഒരു എഞ്ചിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ ആ ഒരു പെട്രോൾ എഞ്ചിൻ. ഇതിൻ്റെ മാനിഫോൾഡ് അല്ലെ എക്സോസ്റ്റ് മാനിഫോൾഡും കാര്യങ്ങളൊക്കെ ഇളക്കി വെച്ചേക്കാണ്. 2004 അവസാനം മുതൽ 2010 അവസാനം വരെ ഏകദേശം വന്നുകൊണ്ടിരുന്ന ഒരു എഞ്ചിനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഒരു എഞ്ചിൻ നമ്മളെ വാഹനങ്ങളിൽ എത്രത്തോളം ഉപകാരപ്പെടുന്ന ഒരു സാധനമായിരുന്നു എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇപ്പോൾ കെ സീരീസ് എഞ്ചിനെ വെച്ച് കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു എഞ്ചിനേക്കാൾ ഒരു പടി മുകളിൽ കെ സീരീസ് എഞ്ചിനാണ് എന്നുള്ളതേ ഞാൻ പറയുള്ളൂ. പക്ഷേ കെ സീരീസ് എഞ്ചിനേക്കാൾ കുറച്ചും കൂടെ ഒരു പവറും ഒരല്പം കൂടി ഒരു എന്താ പറയുക, യാത്ര സുഖം എന്നുള്ളതല്ല, എന്നാൽ എന്തോ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ഈ ഒരു എൻജിൻ ഉള്ള വാഹനങ്ങൾ ഓട്ടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. ഒരു ഹെവി ആയിട്ടൊരു സാധനം ഓട്ടിക്കുന്ന കണക്ക്, അല്ലെങ്കിൽ ഭയങ്കര രസമാണ് ഇതിൻ്റെ ഒരു ഡ്രൈവിങ്. പക്ഷേ ഒരു ഭയങ്കര വലിച്ചുകൊണ്ട് പോകുന്ന ഫീലിങ്ങോ ആ രീതിയിലൊന്നുമല്ല. പക്ഷേ എന്തോ ഒരു പ്രത്യേക ഫീലിംഗാണ് ഈ ഒരു എൻജിൻ വരുന്ന വാഹനം ഉപയോഗിക്കുമ്പോഴത്തേക്ക്. ഇത് ഇത്രത്തോളം ഉറപ്പായിട്ട് പറയാനുള്ള കാര്യം വെച്ചാൽ എൻ്റെ കയ്യിൽ ഒരു 2008 മോഡൽ സെയിം എൻജിൻ വരുന്നൊരു വാഹനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എൻജിൻ്റെ ക്യൂബിക് കപ്പാസിറ്റിയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ 1298 ക്യൂബിക് കപ്പാസിറ്റി വരുന്ന 87 bhp വരുന്ന 113 Nm ടോർക്ക് വരുന്ന ഒരു എഞ്ചിനാണ്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ഈ ഒരു എഞ്ചിൻ്റെ ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഈടുറ്റ ഒരു എഞ്ചിനാണ്. പക്ഷേ ഇതിനെ ഓവർ ഹീറ്റ് എന്ന് പറയുന്ന സാധനം ഭയങ്കരമായിട്ട് ബാധിക്കാറുണ്ട്. ഓവർ ഹീറ്റ് കാര്യമായ രീതിയിൽ വന്നാൽ നല്ല രീതിയിൽ നമുക്ക് പണി തരാറുണ്ട്. അതുകൊണ്ട് തന്നെ തുരുമ്പിൻ്റെ പ്രശ്നവും കൂടുതലായിട്ട് ഈ ഒരു വണ്ടിക്ക് കാണിക്കാറുണ്ട്. ഈ കാണുന്ന പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഈ പൈപ്പൊക്കെ തുരുമ്പ് കയറിയൊക്കെ ഡാമേജ് ആവാറുണ്ട്. അത് കണക്കിന് തെർമോസ്റ്റാറ്റിക് കേസിൽ വരുന്ന പൈപ്പുകൾ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ തുരുമ്പിൻ്റെ പ്രസൻസ് കാണിക്കാറുണ്ട്. എന്താ വേണമെന്ന് വെച്ചാൽ ഒന്നുമില്ല, നല്ല രീതിയിൽ കൂളൻ്റ് യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഒരു എഞ്ചിൻ്റെ ടൈമിംഗ് വരുന്നത് വെച്ചാൽ ബെൽറ്റ് ഡ്രൈവാണ്. ഈ കാണുന്നത് ബെൽറ്റ് ഡ്രൈവാണ്. ഇപ്പം ഈ ഒരു ബെൽറ്റ് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 80,000 കിലോമീറ്ററൊക്കെ ആകുമ്പം ഇതിൻ്റെ ടൈമിംഗ് ബെൽറ്റും കാര്യങ്ങളൊക്കെ മാറണം. പൊട്ടിയാണെങ്കിൽ പണി കിട്ടാറുണ്ട്. അതായത് 100% പണി കിട്ടും എന്ന് പറയാൻ പറ്റത്തില്ല. ചില വണ്ടികളൊക്കെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും പൊട്ടിയാൽ പണി കിട്ടും എന്നുള്ളത്. ഇത് ഈ പൊട്ടുമ്പോഴത്തേക്ക് ഏത് കണ്ടീഷനിലാണ് എഞ്ചിൻ എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അതായത് നല്ല രീതി ഓടി വന്നിട്ടൊക്കെ ടൈം ബെൽറ്റ് പൊട്ടുന്ന കേസ് ഇട്ടാണെങ്കിൽ ഒരുപക്ഷെ വാൽവ് ഇടിക്കാനുള്ള ചാൻസ് കൂട്ടും. അതല്ല സ്റ്റാർട്ടിങ് സമയത്തൊക്കെ ജസ്റ്റ് ഈ ഒരു ടൈം ബെൽറ്റ് പൊട്ടിയാണെങ്കിൽ വാൽവിന് വലിയ തരക്കേടില്ലാത്ത പ്രശ്നമൊന്നും വരാതെ നമുക്ക് രക്ഷപ്പെട്ട് കിട്ടും എന്നുള്ളതാണ്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. അത്ര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഒന്നും പറയാൻ പറ്റത്തില്ല. നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോഡിയാണ്, ബ്ലോക്കാണ് ഈ ഒരു എഞ്ചിനിൽ കമ്പനി നൽകിയേക്കുന്നത്. 1 2 3 സ്റ്റാർട്ട്. ഇതിൻ്റെ വാട്ടർ പമ്പാണ് താങ്കളിതാ ഈ കാണുന്നത്. വാട്ടർ പമ്പിൻ്റെ പിൻഭാഗത്തായിട്ട് ഒരു പൈപ്പ് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു പൈപ്പ് ഞാൻ നേരത്തെ തുരുമ്പിക്കും എന്ന് പറഞ്ഞ പൈപ്പ് ഉണ്ടല്ലോ, അതാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു കെണി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കയറ്റി വെക്കുന്ന രീതിയിലാണ്. അതായത് ഒരു ഓറിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട്, ആ ഭാഗത്തോട്ട് കയറ്റി വെക്കുന്ന രീതിയിലാണ്. ഇതിലൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഞാനൊരു സാധനം കാണിച്ചിരുന്നത്, ഇത് കണ്ട ഈ പൈപ്പിൻ്റെ അറ്റം കണ്ട ദ്രവിച്ച് തുരുമ്പിച്ചൊക്കെ പോയേക്കുന്നത്. അപ്പം ഇത് കണക്കുള്ള വിഷയങ്ങളൊക്കെ വരാനും അതിൻ്റെ ഓറിങ്ങൊക്കെ ഡാമേജ് ആയിട്ട് ആ ഭാഗത്തുനിന്ന് ലീക്ക് വരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ഇളക്കുന്ന കാര്യത്തിൽ ഒരിത്തിരി പാടായിരിക്കും. നമുക്കത് എഞ്ചിൻ വെളിയിൽ വെച്ചേക്കുന്ന സാഹചര്യത്തിൽ വലിയ പ്രശ്നമില്ല എന്നുണ്ടെങ്കിലും എഞ്ചിൻ വണ്ടിയിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ നല്ല രീതിയിൽ നമുക്ക് കെണിയായിരിക്കും. നമ്മളൊരു എഞ്ചിൻ ഒരു 4 സിലിണ്ടർ ഇൻലൈൻ ലിക്വിഡ് കൂൾഡ് MBFA എഞ്ചിനാണ്. മൾട്ടി പോയിൻറ്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ എഞ്ചിനാണ്. സിംഗിൾ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് മെക്കാനിസം വരുന്ന 16 വാൽവുകളോട് കൂടിയുള്ളൊരു എഞ്ചിനാണ്. 16 വാൽവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സിലിണ്ടറിൽ 4 വാൽവുകളാണ് വരുന്നത്. 2 എക്സോസ്റ്റ് വാൽവും 2 ഇല്ലറ്റ് വാൽവും. സെക്ഷൻ്റെ പവറും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടാനൊക്കെ ആയിട്ട് ഇതിന്, അതായത് സെക്ഷൻ സ്ട്രോക്കിൽ കൂടുതൽ എയറിനെ സെക്കാനൊക്കെ ആയിട്ട് ഇത് കൂടുതലായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു എഞ്ചിൻ്റെ ഏറ്റവും വലിയൊരു ന്യൂനത ഞാൻ നോക്കിയിട്ട് ഞാൻ ഒരു 3-3.5 വർഷത്തിന് മുകളിൽ ഉപയോഗിച്ചൊരു അനുഭവം വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ ഒരു നോയ്സി ആയിരിക്കും. അതായത് എഞ്ചിൻ എപ്പോഴും ഒരു കിര സൗണ്ട് ആയിരിക്കും. അതായത് നമ്മളെ DDSൻ്റെ എഞ്ചിനൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ശബ്ദം ഉള്ളിലേക്ക് കേൾക്കത്തില്ലേ ക്യാബിനകത്ത്, അതുപോലൊരു സൗണ്ട് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നൊരു പ്രവണത ഈ ഒരു എഞ്ചിനുണ്ട്.
ഇതിൻ്റെ ഇഗ്നിഷൻ കോയിൽ 2 പീസായിട്ടാണ് വരുന്നത്. അതായത് ഒരു പീസ് ഇഗ്നിഷൻ കോയിലിൽ നിന്ന് ഒരു സിലിണ്ടറിലേക്ക് കണക്ഷൻ പോകുന്നു, അത് കണക്ക് ഒരു ഇഗ്നിഷൻ കോയിലിൽ നിന്ന് ഒരു സിലിണ്ടറിലേക്ക് കണക്ഷൻ പോകുന്നു. ആ രീതിയിലാണ് ഇതിൻ്റെ ഇഗ്നിഷൻ കോയിൽ വരുന്നത്. എടുത്തു പറയത്തക്ക രീതിയിൽ ഭയങ്കര പ്രശ്നങ്ങളോ അതല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായ ടെക്നോളജിയോ ഒന്നുമില്ലാത്ത ഒരു സാധാരണ ഒരു എഞ്ചിനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഒരു എഞ്ചിൻ്റെ ക്യാം ഷാഫ്റ്റ് പൊസിഷൻ സെൻസറാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. തെർമോസ്റ്റാറ്റ് കേസ്, തെർമോസ്റ്റാറ്റ് വാൽവൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഇല്ലറ്റ് മാനിഫോൾഡ്. ഇല്ലറ്റ് മാനിഫോൾഡിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ത്രോട്ടിൽ ബോഡി യൂണിറ്റൊക്കെ വരുന്നത്. ഇപ്പം ഇതിൽ സാധാരണഗതിയിൽ ത്രോട്ടിൽ ബോഡിയൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മിസ്സിങ് കണക്കുള്ള പ്രശ്നങ്ങളൊക്കെ കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ IAC വാൽവ്, അതായത് ഐഡ്ലിംഗ് എയർ കൺട്രോൾ വാൽവാണ് നിങ്ങളിത് ഈ ഭാഗത്തായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ഒരു വാൽവൊക്കെ ഇളക്കി ക്ലീൻ ചെയ്ത് സെറ്റാക്കിയൊക്കെ ഇടേണ്ട ചില സാഹചര്യങ്ങളൊക്കെ വരാറുണ്ട്. അതായത് ഐഡ്ലിംഗ് സ്പീഡിലൊക്കെ മിസ്സിങ് കാണിക്കുക, കാല് കൊടുത്തിട്ട് അതായത് വണ്ടി ഓടി വന്നിട്ട് കാലെടുക്കാൻ നേരത്ത് ഒരു മിസ്സിങ് കണക്ക് കാണിച്ചിട്ട് ഓഫായി പോകുക എന്നുള്ള വിഷയങ്ങളൊക്കെ പൊതുവേ ഈ ഒരു യൂണിറ്റിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ സംഭവിക്കാറുണ്ട്. സിംഗിൾ ഓവർഹെഡ് ക്യാം ഷാഫ്റ്റ് മെക്കാനിസമാണ് എന്നുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ വാൾഡോർ അങ്ങോട്ട് എടുത്ത് മാറ്റുകയാണെങ്കിൽ ഈ കാണുന്നതാണ് ഇതിൻ്റെ ക്യാം ഷാഫ്റ്റ് വരുന്നത്. ക്യാം ഷാഫ്റ്റിൽ നോക്കുകയാണെങ്കിൽ നിരന്ന് ക്യാം ലോബുകൾ കാണാം. ഈ കാണുന്ന മുട്ടയുടെ ഷേപ്പിൽ വരുന്ന ഈ ഒരു സാധനമാണ് ക്യാം ലോബ് എന്ന് പറഞ്ഞാൽ. അത് കണക്കിന് ഇതിൻ്റെ റോക്രാമാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. ഈ കാണുന്നതാണ് റോക്രാം. അപ്പം ഇത് എക്സോസ്റ്റ് വാൽവാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ എക്സോസ്റ്റ് മാനിഫോൾഡ് വെച്ച് ഫിറ്റ് ചെയ്തിട്ടില്ല. എക്സോസ്റ്റ് വാൽവുകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. അതായത് ഒരു സിലിണ്ടറിൽ 2 എക്സോസ്റ്റ് വാൽവുകളാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇല്ലറ്റ് വാൽവുകൾ ഈ ഒരു ഭാഗത്തായിട്ട് ഉൾഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. അപ്പം ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഇല്ലറ്റ് വാൽവുകൾ വരുന്നത്. ഇതിൻ്റെ ടൈമിംഗ് ബെൽറ്റൊക്കെ ഒരു 80,000 മാറുന്നത് വളരെയധികം നല്ലതായിരിക്കും. അതുപോലെ തന്നെ ടൈമിംഗ് ബെൽറ്റ് അത്ര കണ്ട് ഭയങ്കര ഭീകരമായ ചിലവോ കാര്യങ്ങളോ ഒന്നും വരുത്തില്ല എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. ടൈം ബെൽറ്റും ടെൻഷനറും മാത്രമാണ് ഇതിൻ്റെ ഉള്ളിലായിട്ട് വരുന്നത്. അപ്പം വലിയ രീതിയിലുള്ള ചിലവോ കാര്യങ്ങളോ ഒന്നും ടൈം ബെൽറ്റ് മാറുന്നതിന് വരുന്നില്ല എന്നുണ്ടെങ്കിലും കുറച്ചൊന്നും മെനക്കേടാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഭയങ്കര മെനക്കേടൊന്നുമില്ല, ചെറിയൊരു മെനക്കേട്. ഈ ടൈപ്പ് എഞ്ചിൻ നിങ്ങൾ പല വാഹനങ്ങളിലും കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ഇക്കോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും, സെന്നിൽ കണ്ടിട്ടുണ്ടായിരിക്കും, വാഗണർ, പഴയ മോഡൽ 4 സിലിണ്ടർ വാഗണറിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ പല വാഹനങ്ങളിലും കണ്ടിട്ടുണ്ടായിരിക്കും. കൃത്യസമയത്ത് ഇതിൻ്റെ എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ മാറായിട്ട് ഓടുകയാണെങ്കിലോ അതല്ലെങ്കിൽ എഞ്ചിൻ ഓയിൽ മാറുന്ന ഡ്യൂറബിലിറ്റി കൂടുതലാണെങ്കിലോ ഒരുപക്ഷെ ഇതിൻ്റെ അകത്ത് സ്ലെഡ്ജ് ഫോമും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പം ഗൾഫിലൊക്കെ ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഈ വണ്ടി വലിയ ഉപയോഗവും കാര്യങ്ങളൊന്നുമില്ല, ഇട്ടിട്ടും പോവുകയാണ്, കൃത്യസമയത്ത് ഓയിലൊന്നും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ സ്ലെഡ്ജ് അടിഞ്ഞു കൂടാനുള്ള ചാൻസ് ഈ ഒരു വാഹനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു എഞ്ചിനിൽ കൂടുതലാണ്. അതുപോലെ ഒരു EGR സെറ്റപ്പൊക്കെ ഈ ഒരു ഇല്ലറ്റ് മാനിഫോൾഡിൻ്റെ ഭാഗത്തായിട്ട് കമ്പനി നൽകിയിട്ടുണ്ട്. ഈ കാണുന്നുണ്ട ഈ ഒരു ഐറ്റമാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു എഞ്ചിനെ കുറിച്ച് ഇതിലും കൂടുതലായിട്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ സുസുക്കിയുടെ ഒരു കാലത്തെ ഹിറ്റായിട്ടൊരു സാധനമായിരുന്നു ഈ ഒരു എഞ്ചിൻ. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. K സീരീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴല്ല, ആ ഒരു കാലഘട്ടത്തിൽ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനായിരുന്നു. 1300 ക്യൂബിക് കപ്പാസിറ്റി വരുന്നൊരു 4 സിലിണ്ടർ റിലയൻ ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത്തരം എഞ്ചിനുള്ള വാഹനമാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ താഴെ നിന്ന് കമൻറ്റ് ചെയ്തോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.